ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകി. ജനം ഡിബേറ്റിലെ പരാമർശത്തിന്റെ പേരിലുള്ള കേസിൽ പി.സി. ജോർജ് റിമാൻഡിലാണ്. ഹർജി കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. എന്നാൽ പി.സി. ജോർജ് ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് പി.സി. ജോർജ് വീണ്ടും ജാമ്യ ഹർജി നൽകിയത്. പുതിയ ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. നിലവിൽ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് പി.സി. ജോർജ്. ഹൃദയമിടിപ്പിലുണ്ടായ വ്യതിയാനത്തെ തുടർന്നാണ് വിദഗ്ധ മെഡിക്കൽ സംഘം അദ്ദേഹത്തെ ICUവിൽ പ്രവേശിപ്പിച്ചത്. ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹത്തെ തുടർന്നുള്ള അനാരോഗ്യവും പി.സി. ജോർജിനെ അലട്ടിയിരുന്നു. അനാരോഗ്യത്തെ തുടർന്ന് ചികിത്സയിൽ തുടരാൻ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് അനുവദിക്കുകയായിരുന്നു. അതേസമയം ചാനൽ ചർച്ചയ്ക്കിടയിൽ പ്രകോപിപ്പിച്ചതിനെ തുടർന്നുണ്ടായ നാക്കുപിഴയാണ് വിവാദ പരാമർശത്തിനിടയാക്കിയത് എന്നാണ് പി.സി. ജോർജ് നൽകിയ മൊഴി. സംഭവത്തിൽ ഖേദപ്രകടനം നടത്തിയെന്നും ഇന്നലെ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ പി.സിയുടെ ലാപ്ടോപ്പ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഓൺലൈനിലൂടെ ഈ ലാപ്ടോപ്പ് വഴിയാണ് പി.സി. ജോർജ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. നിലവിൽ 14 ദിവസത്തെ റിമാൻഡാണ് കോടതി പി.സി. ജോർജിന് വിധിച്ചിരിക്കുന്നത്. ജനം, കോട്ടയം.